ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2024-25 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലിസൺ ആൻഡ് ആൻസർ അല്ലേ. എന്താണ് ശ്രദ്ധിച്ച് ഉത്തരം എഴുതാനല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരും. ആ സ്റ്റോറി നന്നായി ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഓരോന്നിനും ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് കേട്ട് നോക്കിയാലോ. യെസ്, വൺ ഈവനിങ് അരുൺ വെൻ ടു എ പോണ്ട് നിയർ ഹിസ് ഹൗസ്. ഒരു വൈകുന്നേരത്തെ എന്താണ്? യെസ്, അരുൺ വെൻ ടു എ പോണ്ട് നിയർ ഹിസ് ഹൗസ്. അവൻ്റെ വീടിനടുത്തുള്ള ഒരു പോണ്ടിലേക്ക് പോയി. പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ, കുളമല്ലേ. അത് എങ്ങനത്തെ കുളമായിരുന്നു നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് വാസ് എ ബിഗ് പോണ്ട്. അത് വലിയൊരു കുളമായിരുന്നു. ദ പോണ്ട് വാസ് സറൗണ്ടഡ് ബൈ എ സ്റ്റോൺ വാൾ. അപ്പോൾ പോണ്ട് എങ്ങനെയാണ് ചുറ്റപ്പെട്ടിരുന്നത്? ഒരു സ്റ്റോൺ വാൾ അല്ലേ, കല്ലും അതായത് മതിൽ കെട്ടി ചുറ്റപ്പെട്ടിരുന്നു. 3 were steps to go down into the pond. എത്ര സ്റ്റെപ്സ് ഇറങ്ങണം? യെസ്, 3 were അല്ലേ. 3 were steps to go down into the pond. അരുൺ walked down the stone steps. അരുൺ എന്ത് ചെയ്യാണ്? യെസ്, ആ സ്റ്റോൺ സ്റ്റെപ്സ് കൂടെ നടക്കുകയാണ്. എ ബിഗ് ഗ്രീൻ ഫ്രോഗ് വാസ് സിറ്റിംഗ് ഓൺ എ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിൽ എന്താണ്? ഒരു ബിഗ് ഗ്രീൻ ഫ്രോഗ് ഇരിക്കുന്നുണ്ട് അല്ലേ. ഇറ്റ് ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ബിഗ് ഐസ്. അതെന്താണ്? അതിൻ്റെ വലിയ കണ്ണുകൾ കൊണ്ട് അരുണിനെ നോക്കിയല്ലേ, നമ്മുടെ അരുണിനെ നോക്കി. ബ്ലൂം, ഇറ്റ് ജംപ്ഡ് ഇൻ ടു ദ പോണ്ട് ആൻഡ് സ്വാം അവേ. അതെന്താണ്? കുളത്തിലേക്ക് ചാടി. ആൻഡ് സ്വാം അവേ. സ്വിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നീന്തല്ലേ. സ്വാം എന്ന് പറഞ്ഞാൽ സ്വിമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്വാം എന്ന് പറയുന്നത്, അതായത് നീന്തി. അരുൺ സ്റ്റെപ്ഡ് ഇൻ ടു ദ വാട്ടർ. ദ ക്ലിയർ കോൾഡ് വാട്ടർ കിസ്ഡ് ഹിസ് ഫീറ്റ്. എന്താണ് ആ ക്ലിയർ കോൾഡ് വാട്ടർ? എന്താണ്? തണുത്ത ശുദ്ധമായ ജലം അവൻ്റെ കാലുകളെ ചുംബിച്ചു. ഹൗ കോൾഡ് ഇറ്റ് ഈസ്. എന്തൊരു തണുപ്പാ അതിന്. ഹി എക്സ്ക്ലൈംഡ്. അവൻ ആശ്ചര്യപ്പെട്ടു. ഹി സാറ്റ് ഓൺ എ സ്റ്റെപ്പ്. സഡൻലി ഹി ഫെൽറ്റ് സംതിങ് ടച്ചിങ് ഹിസ് ഫീറ്റ്. അയ്യോ. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ക്രൈഡ് സാഡ്. ദെൻ ലുക്ക്ഡ് ഇൻ ടു ദ വാട്ടർ. ഹി സോ എ റെഡ് ഫിഷ് ഇൻ ദ വാട്ടർ. ഇറ്റ് വാസ് ഷൈനിങ്. എന്താണ് ഉണ്ടായത് കൂട്ടുകാരെ? യെസ്, ഹി സാറ്റ് ഓൺ എ സ്റ്റെപ്പ്. സാറ്റ് എന്ന് പറഞ്ഞാൽ യെസ്, ഇരുന്നു. സിറ്റ് നമുക്കറിയാം ഇരിക്കുക അല്ലേ. സിറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? യെസ്, സാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി സാറ്റ് ഓൺ എ സ്റ്റെപ്പ്. അവരൊരു സ്റ്റെപ്പിലിരുന്നു. സഡൻലി ഹി ഫെൽറ്റ് സംതിങ് ടച്ചിങ് ഹിസ് ഫീറ്റ്. അപ്പോൾ അവൻ എന്തോ അവൻ്റെ കാലിൽ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നി. അയ്യോ. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ക്രൈഡ്. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റിൽ അതിന് കരയാണ്. ദെൻ ഹി ലുക്ക്ഡ് ഇൻ ടു ദ വാട്ടർ. അതിനുശേഷം അവൻ വെള്ളത്തിലേക്ക് നോക്കിയല്ലേ. ഹി സോ റെഡ് ഫിഷ് ഇൻ ദ വാട്ടർ. അപ്പോൾ അവൻ എന്താ വെള്ളത്തിൽ കണ്ടത്? യെസ്, അവനൊരു ചുവന്ന മീനിനെ കണ്ടു. ഹി സോ എ റെഡ് ഫിഷ് ഇൻ ദ വാട്ടർ. വെള്ളത്തിലൊരു റെഡ് ഫിഷിനെ അവൻ കണ്ടു. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കൂട്ടുകാരെ? യെസ്, കാണുക അല്ലേ. സിയുടെ പാസ്റ്റ് ഫോമാണ് എന്ത്? യെസ്, ഓ എന്ന് പറയുന്നത്, അതായത് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല? ഡിഡ് യു എൻജോയ് ദ സ്റ്റോറി? ഓക്കെ, നൗ റീഡ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ഇൻ ആക്ടിവിറ്റി 1 ആൻഡ് ആൻസർ ദം. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ചോദ്യത്തിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ നോക്കാം അല്ലേ. ഓക്കെ, നൗ റീഡ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രോഗ് സോ അരുൺ ഇറ്റ്. ദ ഫ്രോഗ് സോ അരുൺ ഇറ്റ്. എന്താണ്ടായത്? ഫ്രോഗിനെ കണ്ടുനോക്കുമ്പോൾ അരുൺ എന്താണ്? ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. ദ ഫ്രോഗ് സോ അരുൺ ഇറ്റ്. അരുണിനെ കണ്ടുനോക്കുമ്പോൾ ഫ്രോഗ് എന്ത് ചെയ്തു കൂട്ടുകാരെ? പോണ്ടിലേക്ക് ചാടിയല്ലേ. ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. ആൻസർ എന്താണ്? ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കളർ വാസ് ദ ഫ്രോഗ്. ഫ്രോഗിൻ്റെ കളർ എന്തായിരുന്നു കളറ്? യെസ്, ഗ്രീൻ ആണല്ലേ. പറയുന്നുണ്ട് സ്റ്റോറി നമ്മൾ പറഞ്ഞു അല്ലേ, ഗ്രീൻ. Okay, then Arun cried ayyo and jumped up. Why did she shout ayyo? Put a tick mark against the answer. അരുൺ ക്രൈഡ്, അരഞ്ഞു അല്ലേ. എങ്ങനെയാ കരഞ്ഞത്? അയ്യോ എന്ന് പറഞ്ഞ് കണ്ടല്ലേ. ജംപ്ഡ് അപ്പ്, ചാടി. വൈ ഡിഡ് ഷൗട്ട് അയ്യോ? എന്തുകൊണ്ടാണ് അവൻ അയ്യോ എന്ന് ഉറക്കെ കരഞ്ഞതല്ലേ. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. ശരിയായ ഉത്തരത്തിന് നേരെ എന്ത് ചെയ്യണം? യെസ്, ടിക്ക് മാർക്ക് ഇടാനല്ലേ പറഞ്ഞിട്ടില്ല. എന്താണ്? യെസ്, അവൻ്റെ കാലിൽ എന്തോ ഒന്ന് ടച്ച് ചെയ്യുന്നതായിട്ട് അവന് തോന്നിയില്ല, അതുകൊണ്ടല്ലേ അവൻ ചാടിയത്. യെസ്, ഹി ഫെൽറ്റ് സംതിങ് ടച്ച് ഹിസ് ഫീറ്റ്. ഹി ഫെൽറ്റ് സംതിങ് ടച്ച് ഹിസ് ഫീറ്റ്. ദെൻ വാട്ട് ഡിഡ് ഹി സീ ഇൻ വാട്ടർ. അവൻ എന്താ വെള്ളത്തിൽ കണ്ടത്? ഒരു റെഡ് ഫിഷിനെയാണല്ലേ. ആൻസർ എന്താണ്? എ റെഡ് ഫിഷ്. Then Arun sat on the step on a rock on the boundary wall. എന്തിലാണ്?
അരുൺ ഇരുന്നത്? യെസ്, ഓൺ ദ സ്റ്റെപ്പ് ആണല്ലേ, ഒരു സ്റ്റെപ്പിന്റെ മുകളിലാണല്ലേ, ഓൺ ദ സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കിയാലോ. റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റോറി വായിച്ച് നോക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കി നമുക്ക് വായിച്ച് നോക്കാം. ഓട്ടോട്ടോ വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. എന്താണ്? ഒരു ആമ മരത്തിനടിയിൽ എന്ത് ചെയ്യായിരുന്നു? റെസ്റ്റ് ചെയ്യുകയായിരുന്നു അല്ലെ, വിശ്രമിക്കുകയായിരുന്നു. എ ബേർഡ് ഹാഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ദ സെയിം ട്രീ. കൂടെ ചിത്രത്തിൽ കാണാം അല്ലേ. യെസ്, ആ സെയിം ട്രീയിൽ തന്നെ എന്തുണ്ട്? ഒരു ബേർഡ് അതിൻ്റെ ഒരു ബ്രാഞ്ചിലായിട്ട് അതിൻ്റെ കൂട്ടിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. ലുക്കിംഗ് അറ്റ് ദ നെസ്റ്റ് ദ ടോട്ടോയ്സ് ലോഫ്ഡ് അറ്റ് ദ ബേർഡ് ആൻഡ് ഷാഡ്. അപ്പം ലുക്കിംഗ് അറ്റ് ദ നെസ്റ്റ്, കൂട് നോക്കിയിട്ട് ടോട്ടോയ്സ് എന്താ ചെയ്യണത്? യെസ്, ലോഫ്ഡ്, ചിരിച്ചു. ആൻഡ് ദ ബേർഡ് സാഡ്, ദ ബേർഡ് സാഡ്, അതിനെ ബേർഡിനെ നോക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? വാട്ട് എ ഷാബി ഹോം യു ആർ, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ്, ഇറ്റ് ഹാസ് നോ റൂം. എന്താ പറയുന്നത് നമ്മുടെ ടോട്ടോയ്സ് ബേർഡിനോട്? വാട്ട് എ ഷാബി ഹോം യു ഹാവ്, നിനക്കെന്തൊരു ആവൃത്തിയില്ലാത്തൊരു കൂടാണെന്ന് പറയാണല്ലേ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ്, ഇറ്റ് ഹാസ് നോ റൂഫ്. അതിനെന്താണ്? മേൽക്കൂരയൊന്നുമില്ല. യെസ്, ദോ ഇറ്റ്സ് ലുക്ക് ഡേർട്ടി ടു യു, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു മീ. നിനക്കിത് എന്ത് ചെയ്യാൻ ഡേർട്ടിയൊക്കെ ആയിരിക്കാം, പക്ഷെ എന്താണ്? എനിക്കിത് വളരെ മനോഹരമാണ്. ഐ ഹാവ് ബിൽറ്റ് ഇറ്റ് വർക്കിംഗ് ഹാർഡ്. ഞാനിത് വളരെയധികം വർക്ക് ചെയ്തിട്ട്, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെന്ന് പറയുകയാണല്ലേ. സോ ഐ ലൈക്ക് ഇറ്റ്, റിപ്ലൈഡ് ദ ബേർഡ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടമാണെന്ന് ആര് പറഞ്ഞു? യെസ്, ബേർഡ് പറഞ്ഞു. സീ മൈ ബ്യൂട്ടിഫുൾ ഷെൽ, ഹൗ നൈസ് ഇറ്റ് ഈസ്. അപ്പം ടോട്ടോയ്സ് ബേർഡിനോട് പറയുകയാണല്ലേ. സാഡ് ദ ടോട്ടോയ്സ്, സീ മൈ ബ്യൂട്ടിഫുൾ ഷെൽ, എൻ്റെ മനോഹരമായ ഷെല്ല് നോക്കൂ. ഹൗ നൈസ് ഇറ്റ് ഈസ്, ഇതെത്ര മനോഹരമാണ്. സാഡ് ദ ടോട്ടോയ്സ്, ടോട്ടോയ്സ് പറഞ്ഞു. ക്യാൻ യു പ്രൊട്ടക്ട് യുവർ ഫാമിലി ഇൻസൈഡ് യുവർ ഷെൽ. അപ്പം എന്താണ് ബേർഡ് ചോദിക്കുന്നു നോക്കൂ. ദ ബേർഡ് ആസ്ക്ഡ്, ക്യാൻ യു പ്രൊട്ടക്ട് യുവർ ഫാമിലി ഇൻസൈഡ് യുവർ ഷെൽ. നിനക്ക് നിൻ്റെ ഫാമിലിയെ ഈ ഷെല്ലിനുള്ളിൽ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ കഴിയുമോ? നോ, സാഡ് ദ ടോട്ടോയ്സ്. അപ്പം എന്താ ടോട്ടോയ്സ് പറഞ്ഞത്? നോ, ഇല്ലെന്ന് പറഞ്ഞല്ലേ. ടോട്ടോയ്സ്, മൈ ഹോം ഹാസ് ഇനഫ് സ്പേസ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് വൈ ഐ കോൾ മൈ നെസ്റ്റ് എ സ്വീറ്റ് ഹോം. അപ്പോൾ ടോട്ടോയ്സിനോട് പറയുകയാണല്ലേ, നമ്മുടെ ബേർഡ് പറയുകയാണ്, ടോട്ടോയ്സ്, മൈ ഹോം ഹാസ് ഇനർ സ്പേസ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടിൽ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ താമസിക്കാനുള്ള സ്പേസ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഐ കോൾ മൈ നെസ്റ്റ്. അതുകൊണ്ടാണ് ഞാനിതിനെ എൻ്റെ നെസ്റ്റ് എന്ന് പറയുന്നത്. എ സ്വീറ്റ് ഹോം, ഒരു സ്വീറ്റ് ഹോം. ദ ടോട്ടോയ്സ് ഫെൽറ്റ് അഷേംഡ്. ടോട്ടോയ്സിന് എന്താണ്? നാണക്കേട് തോന്നിയല്ലേ. ഇറ്റ് ഹാഡ് നോ വേർഡ്സ് ടു റിപ്ലൈ. അതിനെന്താണ്? ഒരു റിപ്ലൈയും ഉണ്ടായിരുന്നില്ലല്ലേ. ഓക്കെ, വളരെ രസകരമായ സ്റ്റോറിയാണ് കൂട്ടുകാരെ ഇത്. ഓക്കെ, നൗ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? യെസ്, ടോട്ടോയിസും ഒരു ബേർഡുമാണല്ലോ. അപ്പോൾ ആൻസർ എന്താണ്? എ ടോട്ടോയിസ് ആൻഡ് എ ബേർഡ്. ദെൻ ദ ബേർഡ് ബിൽറ്റ് ഈസ് ദ ബേർഡ് ബിൽഡ് ഈറ്റ്സ് നെറ്റ്സ് വിത്ത്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വീട്? ബേർഡ്, യെസ്, ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ് ആണ് അല്ലേ. ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ്. ദെൻ ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ടോപ്പ് കവറിങ് ഓഫ് എ ബിൽഡിംഗ്. ടോപ്പ് കവറിങ് ഓഫ് എ ബിൽഡിംഗ് എന്താണ്? റൂഫ് ആണ് അല്ലേ. ടോപ്പ് കവറിങ് ഓഫ് എ ബിൽഡിംഗ്, യെസ്, റൂഫ്. ആൻസർ എന്താണ്? റൂഫ്, മേൽക്കൂരയല്ലേ. ഓക്കെ, ദെൻ വൈ ഡിഡ് ദ ടോട്ടോയിസ് feel ashamed? Put a tick mark against the right answer. എന്തുകൊണ്ടാണ് ടോട്ടോയിസിന് ashamed, നാണക്കേട് തോന്നിയത് അല്ലേ. ഫസ്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് നേരെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കറക്റ്റ് ആൻസറിന് നേരെ പുട്ട് ടിക്ക് മാർക്ക് അല്ലെ, ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആൻസർ വരുന്നത്? യെസ്, ഹി കനോട്ട് പ്രൊട്ടക്ട് ഹിസ് ഫാമിലി ഇൻസൈഡ് ഹിസ് ഷെൽ. ഓക്കെ, ദെൻ വൈ ഡസ് ദ ബേർഡ് കോൾ ഇറ്റ്സ് നെസ്റ്റ് എ സ്വീറ്റ് ഹോം. എന്തുകൊണ്ടാണ് ബേർഡ് ആ നെസ്റ്റിനെ ഒരു സ്വീറ്റ് ഹോം എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ്? യെസ്, എന്തുകൊണ്ടാണ് സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞത്? യെസ്, ദ ബേർഡ്സ് ഹോം ഹാസ് ഇനർ സ്പേസ് ഫോർ ഹെർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് എ സ്വീറ്റ് ഹോം. ഓക്കെ,
Okay, the next question നോക്കാം. Attempt any 3 activities from 3 to 6. 3 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക അല്ലേ. ആക്ടിവിറ്റി 3 അഡ്വർടൈസ്മെന്റ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ദെൻ റീഡ് വാട്ട് ഈസ് റിട്ടൺ. ചിത്രം നോക്കൂ, എന്നിട്ട് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഡ്രസ് ലാൻഡ് 50% ഡിസ്കൗണ്ട്. then എന്താ പറയുന്നത്, യെസ് വി ഹാവ് വൈഡ് കളക്ഷൻ ഓഫ് ഡ്രസ്സസ് ഫോർ മെൻ ആൻഡ് വുമൺ ആൻഡ് കിഡ്സ്. പ്രിപ്പയർ അഡ്വർടൈസ്മെന്റ് ഫോർ ദ ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിന് ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം, യെസ് ഡ്രസ് ലാൻഡ്, ദെൻ വൈഡ് കളക്ഷൻ ഓഫ് ഡ്രസ്, ദെൻ ഡ്രസ് ഫോർ മെൻ ആൻഡ് വുമൺ, ഡ്രസ് ഫോർ മെൻ ആൻഡ് വുമൺ. ദെൻ കിഡ്സ് സെക്ഷൻ എഴുതാം, കിഡ്സ് സെക്ഷൻ then 50% ഡിസ്കൗണ്ട്. ഇങ്ങനെയൊക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ തോട്ട്സ് ആണല്ലേ. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് സാഡ് ഗുഡ് ബൈ ടു ദ എൽസ്. എൽസിനോട് ഗുഡ് ബൈ പറയാണല്ലേ ഷൂ മേക്കറും അദ്ദേഹത്തിൻ്റെ വൈഫും. ദ എൽസ് ഡിസപ്പിയർ. എൽസ് എന്താണ്, അപ്രത്യക്ഷമായി. ദ ഷൂ മേക്കേഴ്സ് വൈഫ് തോട്ട് അബൌട്ട് ദെയർ ഗുഡ് ഡീഡ്സ്. അപ്പോൾ അവരുടെ ആ ഗുഡ് ഡീഡ്സിനെ കുറിച്ചിട്ട് എന്താണ് ഷൂ മേക്കറിൻ്റെ വൈഫ് ചിന്തിക്കുകയാണല്ലേ. റൈറ്റ് ഹെർ തോട്ട്സ്. അവരുടെ തോട്ട്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക, യെസ് നമുക്ക് ആൻസർ എഴുതാം. Oh, those tiny kind creatures, to think that such a small beings could have brought such a change in our life. They worked tirelessly and though again at the night we were so fortunate to have had those kids the little elves in our lives. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളും യെസ് ഇതുപോലെ എന്തൊക്കെയായിരിക്കും വൈഫ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻ. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് സ്റ്റാർട്ടഡ് എ ന്യൂ സ്റ്റോർ. ഷൂ മേക്കറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി എന്ത് ചെയ്യാണ്, ന്യൂ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ദ വർക്ക്ഡ് ഹാഡ് ആൻഡ് മെയ്ഡ് വണ്ടർഫുൾ ലെതർ ഐറ്റംസ്. അവരെന്ത് ചെയ്യാണ്, വളരെയധികം വർക്ക് ചെയ്തുകൊണ്ട്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, വണ്ടർഫുൾ ലെതർ ഐറ്റംസ് ഉണ്ടാക്കി. ദിസ് സോങ് ജോയ്ഫുള്ളി ടുഗദർ. അവർ സന്തോഷത്തോട് കൂടിയിട്ട് എന്താണ് പാടുകയാണല്ലേ. ഹിയർ ആർ സം ക്യാപ്സ് പ്രിറ്റി ന്യൂ ക്യാപ്സ് വെയർ ദം ഓൺ യുവർ ഹെഡ്സ് ആൻഡ് പ്ലേ അലോങ് സ്മാർട്ട്. അപ്പോൾ നെക്സ്റ്റ് ലൈൻസ് നമുക്ക് എങ്ങനെ എഴുതാം, യെസ് ഹിയർ ആർ സം, യെസ് ബാഗ്സിൻ്റെ ചിത്രമാണല്ലേ നൽകിയിട്ടുള്ളത്. ഹിയർ ആർ സം ബാഗ്സ് പ്രിറ്റി ന്യൂ ബാഗ്സ് വെയർ ദം ഓൺ യുവർ ഷോൾഡർ. അല്ല ഇവിടെ ഹെഡ്സ് ആണ് എഴുതിയത്. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം, വെയർ ദം ഓൺ യുവർ ഷോൾഡർ ആൻഡ് കീപ്പ് ഓൺ ബുക്ക് സ്മാർട്ട്. ഓക്കെ, ദ നെക്സ്റ്റ് എന്താണ് നമുക്ക് നൽകിയിട്ടുള്ളത്, ഷൂസ് ആണല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ലൈൻസ് എങ്ങനെ എഴുതാം, ഹിയർ ആർ സം ഷൂസ് പ്രിറ്റി ന്യൂ ഷൂസ് വെയർ ഓൺ യുവർ ലെഗ്സ് ആൻഡ് വാക്ക് അലോൺ ആൻഡ് പ്ലേ അലോങ്. ഓക്കെ, നമുക്ക് എഴുതാം പ്ലേ അലോങ് സ്മാർട്ട് അല്ലെങ്കിൽ വാക്ക് അലോങ് സ്മാർട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഈ സോങ്ങിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. ആക്ടിവിറ്റി 6 ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. നമുക്ക് എന്താണ്, യെസ് ഇവിടെ കുറേ ഇവൻറ്റ്സ് ആണല്ലേ കാണിച്ചിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ദ മേജർ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ലുക്ക് അറ്റ് ദ പിക്ചർ, ചിത്രം നോക്കൂ. മേജർ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഇത് താഴെ എന്താണ്, ആ സ്റ്റോറിയിലെ മേജർ ഇവൻറ്റ്സ് ആണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ടു എ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇത് സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് യെസ് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാൻ സ്റ്റോറി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ചിത്രം നോക്കുന്നതിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, യെസ് ലെറ്റ്സ് റൈസ് ടുഗദർ. അപ്പോൾ എന്താണ് ബോയ് ആൺകുട്ടിയെ നായ്ക്കുട്ടിയോട് പറയുന്നത്, യെസ് നമുക്കൊരു റേസ് നടത്താം, ഒരു ഓട്ട മത്സരം നടത്താം എന്ന് പറയുകയാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൺകുട്ടിക്ക് ഒരു പേര് കൊടുക്കാം. വൺ ഡേ മനു ആൻഡ് ഹിസ് പെറ്റ് റിക്കി ഡിസൈഡ് ടു റേസ് ടുഗെദർ എന്ന് എഴുതാം അല്ലേ. ദെൻ ദേ റാൻ ഫാസ്റ്റ്ലി. ദേ റാൻ ഫാസ്റ്റ്ലി. അവർ വളരെയധികം സ്പീഡിൽ ഓടാൻ തുടങ്ങി. നെക്സ്റ്റ് പിക്ചർ നോക്കൂ, എന്താ സംഭവിക്കുന്നത്, യെസ് സഡൻലി വിക്കി ഫെൽ ഡൗൺ. ദെൻ ലാസ്റ്റ് പിക്ചറിൽ എന്താണ്, യെസ് ബട്ട്
Manu took Vicky on his shoulder and ran and he said, We both won. We both won. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? യെസ്, നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു സ്റ്റോറി തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.